പേര് ആരുടെയും പേര് നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലാണ്ട് നടക്കും തോന്നുന്നില്ല. നമ്മൾ സജസ്റ്റ് ചെയ്യുന്നേക്കാൾ നല്ലത് സന്തോഷത്തോടെ മനസ്സോട് കൂടി വരുമ്പോഴല്ലോ ഒന്നും കൂടി അത് ഫലവത്താവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചോദിക്കണത്. വേറെ ഒന്നും വൃത്തിയൊന്നുമില്ല. ഇനി മാമിന്റെ സാന്നിധ്യത്തോട് കൂടെ ഓരോരുത്തർ പേര് വിളിച്ച് ചെയ്യിപ്പിക്കേണ്ടി വരുന്ന പേര് തോന്നുന്നുണ്ട് ക്ലാസ്സിന്റെ അവസാനം ആരും വന്നില്ലെങ്കിൽ. അല്ല ആരും വന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. വേറെ വഴിയൊന്നും നോക്കിട്ട് കാണുന്നില്ല. കാരണം ഗ്രൂപ്പിൽ കാണുന്നുണ്ടല്ലോ കുറെ മെസ്സേജ് ഇട്ടിട്ട് ആരും ഇല്ലെങ്കിൽ കാണില്ല. സൺമൻസുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട്. അത് ചിലർക്കൊന്നും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ടാന്ന് പറഞ്ഞു ചിലരൊക്കെ. അതെ, പറ്റുന്ന എല്ലാരും ഒന്ന് സഹകരിച്ചാ മതി. അതെ, അല്ലെങ്കിൽ പിന്നെ വേറെ വഴിയൊന്നുമില്ല. ഞങ്ങള് ചൊവ്വാഴ്ച വരെയുള്ളോ 2 ദിവസം കൂടി ഞങ്ങളുള്ളോ. അപ്പൊ വേറെ വഴിയൊന്നുമില്ല. മാമിന്റെ സാന്നിധ്യത്തില് ക്ലാസ് കഴിയണോട് കൂടിയിട്ട് ആൾക്കാരെ ചൂസ് ചെയ്യുക, പേര് പറയാ, അവര് പറയാ, അത്രേ ഉള്ളോ. വേറെ ഒന്നുമില്ല അവിടെ. ഇതെന്ത് സംഭവം? ലീഡിന്റെ ഇതെന്ത്? ഞാൻ ഇതിനുണ്ടായിരുന്നില്ല. എന്താ സംഭവം? ഏതാണോ ഇത്? നമ്മുടെ ഇത് നമ്മളെങ്ങനെ പ്രിപ്പയർ ചെയ്യണെന്നുള്ളതല്ല. ആ 5th ചാപ്റ്റർ ഡെവലപ്മെന്റ് പ്രൊഫൈലില് നമ്മള് ലീവ് ആപ്ലിക്കേഷനും ടീച്ചേഴ്സിന്റെ ലീവ് ആപ്ലിക്കേഷനും പിന്നെ ജോബിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഒക്കെ എഴുതണം. അതിന്റെ അതെല്ലേ? ഇതിന് കൊടുത്തേക്കേണ്ട ടീച്ചേഴ്സ് ലീവ് ആപ്ലിക്കേഷൻ ആണ്. അതെല്ലേ? ഞാൻ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയിട്ടില്ലേ, ക്ലാസ് കണ്ടിട്ടില്ല. 5th ചാപ്റ്റർ കംപ്ലീറ്റ് ആയി എന്നാണ് സുജാതേച്ചി പറഞ്ഞത്. ആരും കണ്ടിട്ടില്ല. എനിക്കും കുറെ ക്ലാസ് മിസ്സായി ഉണ്ട്. പക്ഷെ ഞാൻ വായിച്ച് മനസ്സിലാക്കി എടുത്തതാണ്. പിന്നെ ഒഴിവുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ കാണും. അങ്ങനെ ഒഴിവുള്ള മോളുള്ള കാരണേ, മോൾക്ക് വയ്യാണ്ടൊക്കെ ആവുമ്പോ കുറെ ക്ലാസ് മിസ്സായി. എനിക്ക് 3 പേരുണ്ട്. 3 ആൾ എനിക്കുണ്ട്. താഴെയുള്ള ആൾക്ക് 1 വയസ്സായിട്ടുള്ളൂ. എന്റെ താഴെയുള്ള ആൾക്ക് 6 വയസ്സായി. പക്ഷെ എന്നാലും മാറി മാറി ഒരാൾക്ക് വയ്യായി വന്നിട്ട് ഞാൻ തന്നെ കൊണ്ടുപോകേണ്ടി വരികയാണ്. പിന്നത്തെ ആളെന്നെ. ഇപ്പൊ രണ്ടാമത്തെ ആള് മറ്റേ വൈറൽ ഫീവർ പിടിച്ചിട്ട് ഒരാഴ്ച ഹോസ്പിറ്റലിലായിരുന്നു. 2 ആഴ്ച പിടിച്ചു. ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാണ്ട് വളരെ ആവശ്യം തന്നെയായിരുന്നു. അതിന്റെ ഇടയിൽ എനിക്കും ചില വയ്യായും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് എനിക്ക് എല്ലാവരും ഇപ്പൊ ഞാൻ ഗ്രൂപ്പിൽ പറയണ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. എനിക്ക് തിങ്കളാഴ്ച MRI സ്കാനാണ്. വണ്ടിമേന്ന് വീണിട്ട് കാല് ഇത്തിരി പ്രശ്നമാണ്. നടക്കാനൊന്നും പറ്റുന്നില്ല. 6 വർഷം മുന്നേ വീണതാണ്. അതിന്റെ എഫക്ട് 2-3 കൊല്ലം കഴിഞ്ഞപ്പോ വന്നു. എന്നിട്ട് അന്ന് ഞങ്ങൾ MRI ചെയ്ത് കുഴപ്പമില്ലാന്ന് പറഞ്ഞ ചികിത്സയൊക്കെ ചെയ്താണ്. ഇപ്പൊ വീണ്ടും വേദന വന്നു. എന്ത് ചെയ്തിട്ടും മാറണില്ല. ആയുർവേദമൊക്കെ ചെയ്തു, മാറണില്ല. ഇപ്പൊ വീണ്ടും MRI 25-ാം തീയതി പറഞ്ഞേക്കാം. അതെ, ഓക്കെ. മാം വന്നു. ഓക്കെ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. എന്താ പ്രശ്നം? പ്രോബ്ലം എന്താ? എന്റെ കാല് ഇത്തിരി പ്രശ്നം വെച്ചേ, നടക്കാനൊക്കെ ബുദ്ധിമുട്ടാ. അത് വെച്ചിട്ടാണ് ഞാൻ ഇതിന് പോകണ്ട്. ഇന്റേൺഷിപ്പിന് പോകണുണ്ട്. ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കും. ഇന്നത്തേക്ക് ഇപ്പൊ 13 ദിവസമായി. വണ്ടി ഒരു 6 വർഷം മുന്നേ വണ്ടി വന്ന് വീണതാണ്. പഠിച്ചു വരുന്നുണ്ടായല്ലോ. ഡബിൾ വെച്ചപ്പോ പെട്ടെന്ന് വളവ് തിരിഞ്ഞപ്പോ സ്ലിപ്പായി വീണതാ. അപ്പൊ ബാക്കിൽ ഇന്ന ആൾക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല. ഞങ്ങൾ പുല്ലിലാണ് വീണത്. പക്ഷെ എന്റെ കാലം വെക്കുന്ന വണ്ടി മുഴുവൻ വീണത് എന്റെ മുട്ടാണ് ഇടിച്ചത്. അപ്പൊ അതിനുശേഷം അവിടുന്ന് 2-3 വർഷം കഴിഞ്ഞ് വേദന, അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ അവിടുന്ന് 2-3 വർഷം കഴിഞ്ഞ് വേദന വന്നപ്പോ MRI ചെയ്തപ്പോ എല്ലിന്റെ ഉള്ളിൽ നീർക്കെട്ടായിരുന്നു. അത് വളരെ കൂടുതലായിട്ടായിരുന്നു വേദന. അന്ന് ചികിത്സിച്ച് ഞങ്ങൾ ആയുർവേദമൊക്കെ ചെയ്ത് മാറി. ഇപ്പൊ വീണ്ടും വേദന വന്നു. ഇപ്പൊ ഒരു 5-6 മാസമായി എന്ത് കഴിച്ചിട്ടും വേദന മാറണില്ല. ഹസ്ബൻഡിന് ESI ഉണ്ട്. അപ്പൊ ESI ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് കഴിച്ചിട്ടൊന്നും മാറണില്ല. ഇപ്പൊ MRIക്ക് പ്രിഫർ ചെയ്തൊക്കെ ഡോക്ടർ ഇതിക്ക് വരുന്ന 25-ാം തീയതി തിങ്കളാഴ്ചയാണ് MRI. അത് കാരണം തിങ്കളാഴ്ച ഞാൻ ചിലപ്പോ ക്ലാസ്സിന് ഉണ്ടാവില്ല. ഒരു 5 മണിക്കാണ് MRI പറഞ്ഞേക്കണത്. കഴിഞ്ഞ് വരുമ്പോ ഒരു നേരവും. പേടിക്കണ്ട കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സുഖം ഉണ്ടാവുള്ളൂ കേട്ടോ. പ്രശ്നമൊന്നും ഉണ്ടാവില്ല. താങ്ക് യു മാം. അങ്ങനെയാണ് വിചാരിക്കണത്. പിന്നെ ഇപ്പൊ എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ. നമ്മളൊക്കെ ഓക്കെ. എല്ലാവരും ഷെറിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. തിങ്കളാഴ്ച ഷെറിന്റെ MRI സ്കാനാണ്. നിങ്ങൾ എല്ലാവരും കേട്ടു വിചാരിച്ചു. ഞാൻ വന്നപ്പോൾ ഡിസ്കഷനും കേട്ടു, അതുകൊണ്ടാ ചോദിച്ചേട്ടോ. ഓക്കെ. സിയ ജോബിനെ കുറെ നാളായാലോ കണ്ടിട്ട്. എവിടെ പോയായിരുന്നു? മിസ് എനിക്ക് മുണ്ടിക്കം വന്നു. അത് കഴിഞ്ഞ് കുട്ടികൾക്ക് കുറെ പ്രോഗ്രാമും പരിപാടികളായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ ലാഗ് വന്നു. ഇന്റേൺഷിപ്പ് തുടങ്ങി. അപ്പൊ ഒക്കെ കൂടെ ഭയങ്കര തിരക്കായി പോയി. ആണല്ലേ? ഞാൻ ആ ഡ്രസ്സിന്റെ എന്തോ കാണിക്കുന്ന കണ്ടായിരുന്നു. ഫാബ്രിക് എന്തോ ഡിസൈൻ ചെയ്തത്.
ഫാബ്രിക് ക്ലാസ് ഞാൻ ഒരു ക്ലാസ് എടുത്തു. അത് മുണ്ടിക്കും കഴിഞ്ഞ് ആ ചൊവ്വാഴ്ച ഞാൻ ക്ലാസ് എടുത്തു. പിന്നെ എനിക്ക് ക്ലാസ്സിൽ കയറാൻ അധികം പറ്റിയിട്ടില്ല. പക്ഷെ ഈ ആഴ്ച ഓക്കെ ആയിരുന്നു, കറക്റ്റ് ആയിട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ. എല്ലാരും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തായിരുന്നോ? ഞാൻ ചെയ്തിട്ടില്ല, എന്റെ ഒക്കെ പെൻഡിങ് ആണ് അവിടെ തൊട്ട്. പെൻഡിങ് ആണ്, എത്രയും പെട്ടെന്ന് ചെയ്യാട്ടോ. ഞാൻ ഇന്റേൺഷിപ്പിന് പോയി കാരണം ഞാനും ചെയ്തിട്ടില്ല. പിന്നെ പനി പിടിച്ചു ഒരാഴ്ച. അപ്പൊ എന്റെ പെൻഡിങ് ആണ്. ചെയ്യാം മാം, ഇനി നാളെ തൊട്ട് കുറേശ്ശായിട്ട് എല്ലാം ചെയ്യാം. ഓക്കെ, ചെയ്താ മതി. ഓക്കെ, അപ്പൊ നോക്കിയാ നിങ്ങൾ ഇനി ടീച്ചേഴ്സിന്റെ ലീവ് ആപ്ലിക്കേഷന്റെ ഒരു ഫോം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് നോക്കാം, എന്തൊക്കെയാണ് അതിനകത്ത് എഴുതേണ്ടതെന്ന് നോക്കാം. ആദ്യം നെയിം, ഏത് ടീച്ചറാണോ ലീവ് എടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ലീവ് വേണമെങ്കിൽ നിങ്ങളുടെ പേര് ആദ്യം തന്നെ എഴുതാം. പോസ്റ്റ് ആൻഡ് കോഡ്, നിങ്ങളുടെ പൊസിഷൻ എഴുതാം. ചിലപ്പോൾ ജൂനിയർ ടീച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ സീനിയർ ടീച്ചർ ആയിരിക്കാം. അങ്ങനെയുള്ള പൊസിഷൻ ഇല്ലേ ആ ഒരു സ്കൂളില്. മിസ്, ഞങ്ങള് മിസ് പറഞ്ഞിട്ട് ഞങ്ങള് ക്ലാസ്സിന് ഒരു സ്ട്രക്ചർ ഒക്കെ ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഷെറിൻ ആയിരുന്നു നമ്മുടെ ലീഡർ. അപ്പൊ അതൊന്ന് ജസ്റ്റ് പ്രയറും ഇതൊക്കെ ആയിട്ട് തുടങ്ങി ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഉണ്ട്. ഷെറിൻ പറയും. ഷെറിനാണ് ഈ ആഴ്ചയിലത്തെ ലീഡർ. ആണല്ലേ? എങ്ങനെയാണ് ഷെറിനെ? ഷെറിൻ കട്ടായി തോന്നുന്നു. നോക്കാം, ഷെറിൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇതൊന്ന് നോക്കാം കേട്ടോ, എന്നിട്ട് പറഞ്ഞോളൂ. നെറ്റ്വർക്ക് പ്രോബ്ലം കൊണ്ട് കട്ടായി പോയി, വീണ്ടും ജോയിൻ ചെയ്തതാ. അപ്പൊ നമ്മുടെ ക്ലാസ് ആരംഭിക്കാം അല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, ഈ സുന്ദര സായാഹ്നത്തിൽ പൂർണ്ണ ചന്ദ്രികയുടെ പ്രഭാതത്തിൽ വിടണ ആമ്പൽ പൂക്കളുടെ ഊഷ്മളതയോടുകൂടി അശ്വതി മാമിന്റെ ക്ലാസ്സിനായി നമുക്ക് കാതോർക്കാം. ഒത്തിരി സ്നേഹത്തോടു കൂടി എല്ലാവരെയും ഞാൻ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈശ്വര സാന്നിധ്യമാണ് നമ്മുടെ ക്ലാസ്സിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നത്. അതിനാൽ ഈശ്വര സാന്നിധ്യത്തോടു കൂടി നമുക്ക് ഈ ക്ലാസ് ആരംഭിക്കാം. പ്രയറിനായി നസീഹത്തിനെ ക്ഷണിക്കുന്നു. Good evening. Oh God, the Almighty, thank you for the peace and love. I praise you for giving me a place on earth. I remember you for giving light and darkness. Obey you for giving air, water, and food. I pray to you for blessing me with the intelligence, memory, and limbs. Teach love, mercy, and kindness so everyone feel happy. Bless me in everywhere. Bless all those kind hearts. It brings joy to everyone's face. Thank you for every happy day in our life. Thank you. താങ്ക് യു നസീഹത്ത്. നല്ല ചിന്തകളാണ് ഒരു മനുഷ്യനെ വിജയത്തിലേക്ക് എത്തിക്കുന്നതും അതേപോലെ തെറ്റായ ചിന്തകളാണ് ഒരു മനുഷ്യന്റെ പരാജയത്തിലേക്ക് നയിക്കുന്നതും. അതിനാൽ തന്നെ നല്ല ചിന്തകൾക്കായി നമുക്കിന്ന് കാതോർക്കാൻ ഞാൻ സൗമ്യയെ ക്ഷണിക്കുന്നു ഇന്നത്തെ തോട്ട് ഫോർ ദ ഡേക്കായി. സൗമ്യ. Good evening, Miss and all my friends. Today I am going to say about a quote by Winston Churchill. Success is not final. Failure is not fatal. It is the courage to continue that count. വിജയം എന്നത് അന്തിമമല്ല, പരാജയം എന്നത് മാരകവുമല്ല. തുടരാനുള്ള ധീരതയുണ്ടാക്കുക എന്നതാണ് കണക്കിലെടുക്കുന്നത്. താങ്ക് യു. താങ്ക് യു സൗമ്യ. അടുത്തതായി സൈൻ ഇൻ ചെയ്യുന്നതിനായി സിയ ജോബിയെ ക്ഷണിക്കുന്നു. Hi friends and teacher and technical team. Good evening all. Choose teaching because the future of the world is in your classroom today. It's me Sia signing. ഓക്കെ, താങ്ക് യു സിയ. മാം, നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം. 5th ചാപ്റ്റർ ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയത്. കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ആപ്ലിക്കേഷൻ പറഞ്ഞോ? ഞാൻ ലീവ് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ലീവ് ആപ്ലിക്കേഷൻ ആണ്, അത് കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഫിനിഷ് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് കേട്ടാ. അതിന്റെ സ്ട്രക്ചർ നോക്കാം.
ഇത് നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു അല്ലേ? ഇനി എല്ലാ ദിവസവും ഇത് ഉണ്ടാവോ? ഓരോരുത്തരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കോ? അത് എല്ലാ ദിവസവും ചെയ്യണമെന്നാണ് ജിഷ മാം പറഞ്ഞത്. ആ അതിന് നമുക്ക് സൈൻ ഔട്ടും ചെയ്യാനും നമുക്ക് അങ്ങോട്ടാണ് ഗ്രൂപ്പിലിട്ടിട്ട് കുറെ പേരൊന്നും മുന്നോട്ട് വരുന്നില്ല. അപ്പൊ ഇനി ആളെ കിട്ടിയില്ലെങ്കിൽ ടീച്ചറെ ഓരോരുത്തരുടെ പേര് വിളിച്ച് ചൂസ് ചെയ്യേണ്ടി വരും. എല്ലാവരും മുന്നോട്ട് വരികട്ടോ ചെയ്യാനായിട്ട്. നല്ലതല്ലേ? നേരത്തെ പറഞ്ഞ പോലെ സ്ട്രക്ചർ, ഒരു ഘടന ഉണ്ടാവുമല്ലോ ക്ലാസ്സിന്. ആദ്യം തുടങ്ങി നമുക്ക് ഒരു എന്താ പറയാ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുള്ളൂ ക്ലാസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും മുമ്പോട്ട് വരികട്ടോ. പിന്നെ ചെയ്ത പോലെ തന്നെ മറ്റുള്ളവരും എന്ത് ചെയ്യാം, ബാക്കിയുള്ള ദിവസങ്ങളിൽ സാറിന്റെ ക്ലാസ്സിലായാലും ജിഷാമിസിന്റെ ക്ലാസ്സിലായാലും ചെയ്യാം. ഓക്കെ. ദെൻ ഫസ്റ്റ് വൺ നമ്മുടെ നെയിം. ഏത് ടീച്ചർക്കാണോ ലീവ് വേണ്ടത് ആ ടീച്ചറിന്റെ നെയിം എഴുതാം. രണ്ടാമത്തേത് പോസ്റ്റ് ആൻഡ് കോഡ് ആണ്. പോസ്റ്റ് ആൻഡ് കോഡ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ ആണ് കേട്ടോ. പോസ്റ്റ് പൊസിഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ജൂനിയർ ടീച്ചർ, സീനിയർ ടീച്ചർ, അങ്ങനെ പൊസിഷൻ ഉണ്ടാകും. അത് ആ ഒരു പൊസിഷൻ എഴുതാം. അതുപോലെ തന്നെ കോഡ് ഉണ്ടാവും. ഓരോ ടീച്ചർമാർക്കും ഒരു സ്കൂള് കോഡുകൾ അലോ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ആ കോഡ് അവിടെ മെൻഷൻ ചെയ്യാം. ദെൻ ഹെഡ് ഓഫ് ദ ലീവ്. ആരാണ് ലീവ് കൊടുക്കുന്നത്? ഹയർ ആയിട്ടുള്ള അതോറിറ്റി ഉണ്ടാവില്ലേ? ചിലപ്പോ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ സ്കൂളിന്റെ തന്നെ അതോറിറ്റി, അതായത് പ്രിൻസിപ്പൾ ആയിരിക്കാം. അങ്ങനെയുള്ള വ്യക്തികളെയാണ് നമ്മൾ ഹെഡ് ഓഫ് ദ ലീവ് എന്ന് പറയുന്നത്. അപ്പൊ ലീവ് ആരാണോ സാങ്ഷൻ ചെയ്ത് കൊടുക്കുന്നത് ഇതിനെയാണ് ഹെഡ് ഓഫ് ദ ലീവ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ദെൻ ഡേറ്റ് ഫോർ വിച്ച് ദ ലീവ് റിക്വയർഡ്. ഏത് ഡേറ്റിലാണോ ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്, എപ്പൊ തുടങ്ങിയാണോ നമുക്ക് ലീവ് വേണ്ടത് ആ ഡേറ്റ്. ഓക്കെ. ദെൻ റീസൺസ്. എന്താണ് കാരണം? ലീവിനുള്ള കാരണം എന്തായിരിക്കാം? ചിലപ്പോൾ മെറ്റേണിറ്റി ലീവ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ, എന്തെങ്കിലും അസുഖങ്ങൾ മൂലമുള്ള ലീവ് ആയിരിക്കാം. എന്ത് കാരണം കൊണ്ടായിക്കോട്ടെ ആ റീസൺ അവിടെ എഴുതുക. ദെൻ പെർമിറ്റഡ് നമ്പർ ഓഫ് ഡേയ്സ് ഫോർ ലീവ് അണ്ടർ ദിസ് ഹെഡ്. എത്ര ദിവസത്തേക്കാണ് ലീവ് വേണ്ടത്? ലോങ് ലീവ് ഒക്കെ ആണെങ്കിൽ വർഷങ്ങളോളം ലീവ് എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലെ? 1, 2, 3, 5 വർഷം വരെയൊക്കെ ലീവ് എടുക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മെറ്റേണിറ്റി ലീവ് ആണെങ്കിൽ 6 മാസമാണ് നമുക്ക് കിട്ടുക. ഓക്കെ. നമ്മുടെ പ്രിഫറിംഗ് അനുസരിച്ച് എപ്പോഴാണ് നമുക്ക് ലീവ് വേണ്ടത്. ചിലവര് 9th മന്ത് വരെ പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണമെങ്കിൽ കുട്ടിയോട് 6 മാസം വരെ ചെലവഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ 7th മന്ത് വരെയാണ് പോകുന്നതെങ്കിൽ ആ 7th മന്ത് കഴിഞ്ഞിട്ടുള്ള ഒരു 3 മാസവും അതിനുശേഷം കുട്ടിയോടൊപ്പം ഒരു 3 മാസവും, അങ്ങനെയാണ് ഗവൺമെന്റ് ലീവ് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ഡേറ്റ്, എത്ര കാലത്തേക്കാണ് ലീവ് വേണ്ടതെന്നുള്ളൊരു കാലയളവ് അവിടെ, പീരീഡ് അവിടെ മെൻഷൻ ചെയ്യാം. ദെൻ ലീവ് ഓൾറെഡി ടേക്കൺ ബിഫോർ ദിസ്. അതായത് ഈ ഒരു ലീവിന് മുമ്പായിട്ട്, അതായത് നമുക്ക് എത്ര നാളാണോ ലീവ് വേണ്ടത് അതിന് മുമ്പായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ലീവുകളൊക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എത്ര ദിവസമാണ് നമ്മൾ അങ്ങനെ ലീവ് എടുത്തിട്ടുള്ളത് ആ ദിവസത്തിന്റെ എണ്ണം അവിടെ എഴുതാം. ദെൻ ബാലൻസ് ഓഫ് ലീവ് അവൈലബിൾ. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും, ടീച്ചേഴ്സിനായാലും ഏതൊരു സ്ഥാപനത്തിലും നമുക്ക് ലീവ് ഉണ്ടാവും, കാഷ്വൽ ആയിട്ട് നമുക്ക് ലീവ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ലീവ് എടുത്ത് തീർന്നിട്ടില്ലെങ്കിൽ അതിന്റെ ബാലൻസ് ഭാഗം നമുക്ക് ചിലപ്പോൾ ലീവ് ഉണ്ടാവും. ഒരു മാസത്തിൽ ചിലപ്പോൾ 3-4 ലീവ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആകെ 2 ലീവ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പൊ ബാലൻസ് നമുക്ക് ബാക്കി 2 ലീവ് വരും അല്ലെ? അങ്ങനെ ബാലൻസ് ഉള്ള ലീവുകൾ, നമ്മൾ എടുക്കാത്ത ലീവുകൾ എത്രയുണ്ടെന്ന് അവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ. ദെൻ സിഗ്നേച്ചർ ഇടുക. ആപ്ലിക്കന്റ് നിങ്ങളുടെ സിഗ്നേച്ചർ അവിടെ ഇടാവുന്നതാണ്. ദെൻ ഓഫീസ് യൂസിന് എന്തൊക്കെയാണ് അവര് എഴുതുന്നത് നമുക്ക് നോക്കാം. ഓഫീസ് യൂസിൽ ഫസ്റ്റ് വരുന്നത് ലീവ് പെർമിറ്റഡ് ആണോ, അതായത് ലീവ് പെർമിറ്റ് കൊടുത്തോ, അതായത് ലീവ് അംഗീകരിച്ചിട്ടുണ്ടോ. ഒന്നില്ലെങ്കിൽ എന്താ പറയാ, ലീവ് കൊടുത്തിട്ടുണ്ട്, സാങ്ഷൻ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പോ എസ് ഓർ നോ എന്ന് അവിടെ എഴുതാവുന്നതാണ്. ദെൻ എപ്പോഴാണ് ലീവിന്റെ പെർമിഷൻ കൊടുത്തിരിക്കുന്നത്? ഇപ്പൊ ഇന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്, ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ആയിരിക്കും നമുക്ക് ലീവ് സാങ്ഷൻ ചെയ്ത് തരിക. അപ്പൊ അതിന്റെ ഡേറ്റ് അവിടെ ഇടുക. ഇനി ലീവ് വിത്ത് പേ ലോസ് ഓഫ് പേ, അതായത് ശമ്പളത്തോട് കൂടി, സാലറിയോട് കൂടിയിട്ടുള്ള ലീവാണോ അല്ലെങ്കിൽ സാലറി ലോസോട് കൂടിയിട്ടുള്ള ലീവാണോ എന്ന് പ്രത്യേകം അവിടെ മെൻഷൻ ചെയ്യുക. ഇപ്പൊ ഗവൺമെന്റ് സർവന്റിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, മെറ്റേണിറ്റി ലീവിനൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് ശമ്പളത്തോട് കൂടിയുള്ള ലീവാണ്, സാലറിയാണ് അവർ പോകുന്നത്, സാലറി ഒന്നും കട്ട് ചെയ്യില്ല. എന്നാൽ പ്രൈവറ്റ് സ്ഥാപനത്തിലൊക്കെ ആണെങ്കിൽ, ചില പ്രൈവറ്റ് സ്ഥാപനത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് സാലറി കട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ പോകുന്ന കാലയളവില് നമ്മളിപ്പോ 4 മാസമാണോ പോകുന്നതെങ്കിൽ ആ 4 മാസം വെച്ചിട്ട് സാലറി അവിടെ കട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോ അത് മെൻഷൻ ചെയ്യുക, സാലറിയോട് കൂടിയിട്ടുള്ള ലീവാണോ അല്ലയോ എന്ന് അവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യുക.
ഇനി സ്കൂളിന്റെ പേര് എഴുതുക, ഏത് സ്കൂളിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ആ പേര് എഴുതുക. വെദർ ദ സെപ്പറേറ്റ് അക്സെപ്റ്റൻസ് ലെറ്റർ ഫോർ ലോസ് ഓഫ് പേ ഈസ് അറ്റാച്ച്ഡ്. അതുപോലെ തന്നെ സീനിയോറിറ്റി അനുസരിച്ച് നമുക്ക് ചില ഫോമുകളും മറ്റും അറ്റാച്ച് ചെയ്യേണ്ടി വരും. അതായത് ചില ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സീനിയർ ടീച്ചേഴ്സ് ആയിരിക്കും, ചിലവര് പ്രൊബേഷൻ പീരീഡ് വരുന്ന ടീച്ചേഴ്സ് ആയിരിക്കും. അപ്പൊ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഫോമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് അറ്റാച്ച് ചെയ്ത് വെക്കണം. ഏത് ഫോമാണ്, ഇപ്പൊ സീനിയർ ടീച്ചറിൻ്റെതാണെങ്കിൽ അവരുടെ ഫോം ഉണ്ടാകും, പ്രൊബേഷനിൽ വരുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ അവരുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഫോമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ചാനൽ ഓഫ് അപ്ലൈ, ഏത് ചാനൽ വഴിയാണ് നിങ്ങൾ ലീവ് അപ്ലൈ ചെയ്തിരിക്കുന്നത്? ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ടായിരിക്കാം ലീവ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഡെത്ത് ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ഹോസ്പിറ്റൽ കേസിൽ എന്തെങ്കിലും നമ്മൾ ആയിരിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും അങ്ങനെയുള്ള എമർജൻസി കേസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്കൂളിൽ ചെന്ന് ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വേറെ ആരെങ്കിലും മുഖേന ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ലീവ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി എന്ത് ചെയ്യാം, ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പൊ ഏത് ചാനൽ വഴിയാണോ നിങ്ങൾ കൊടുക്കുന്നത് ആ ചാനൽ അവിടെ കിട്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഐ വെരിഫൈഡ് ദ ബാലൻസ് ഓഫ് ലീവ്, ഇറ്റ് ഈസ് ഡേയ്സ് ഓൺലി. അതുപോലെ തന്നെ ബാലൻസ് ലീവ് എത്രയാണോ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് അത് പ്രത്യേകം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, കാരണം അത് ഇതിനകത്ത് കൂട്ടുന്നതായിരിക്കും. ഓക്കെ. ദെൻ സിഗ്നേച്ചർ ഓഫ് ഫോർവേഡിംഗ് അതോറിറ്റി വിത്ത് നെയിം ആൻഡ് പോസ്റ്റ് സീൽ. അതുപോലെ തന്നെ സാങ്ഷൻ ചെയ്യുന്ന അതോറിറ്റിയുടെ സീലും നെയിം ഒക്കെ പ്രത്യേകം അവിടെ ഉണ്ടാകും. ലീവ് സാങ്ഷൻസ് റെഫ്യൂസ്ഡ്, ഇവിടെയും പറഞ്ഞിട്ടുണ്ട് ലീവ് സാങ്ഷൻ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താ പറയാ നിഷേധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കൊടുത്തിട്ടില്ലയോ ഉണ്ടോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. ആ രണ്ട് കാര്യങ്ങളും കൂടി അവിടെ മെൻഷൻ ചെയ്ത. ദെൻ സിഗ്നേച്ചർ ഓഫ് ദ ഡിക്കോഡിംഗ് അതോറിറ്റി വിത്ത് നെയിം ആൻഡ് പോസ്റ്റ് സീൽ. പിന്നെ സ്കൂളിൻ്റെതായിട്ടുള്ള എന്താ പറയാ സീലും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുക. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന് പലർക്കും പല സീലുകളാണ് അല്ലെ. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന് സീൽ ഉണ്ടാവും, പ്രിൻസിപ്പാളിന് സീൽ ഉണ്ടാവും, അതുപോലെ തന്നെ സ്കൂളിന് സ്കൂളിൻ്റെതായിട്ടുള്ള ഒരു സീൽ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ സ്കൂളിന്റെ സീൽ വെച്ചിട്ട് ഈ ഒരു ലീവ് ലെറ്റർ അല്ലെങ്കിൽ ലീവ് സാങ്ഷൻ ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ആ മോഡൽ വരിക. ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? ക്ലിയർ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോകാം. യൂണിറ്റ് 6 ആണ് സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം. ഓക്കെ, ക്ലാസ് റൂമിന്റെ സ്ട്രക്ചറെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്, ഘടന. അത് ആദ്യം വരുന്നത് റൂഫിംഗ് ആണ്. ദർ ആർ 4 ടൈപ്സ് ഓഫ് റൂഫിംഗ് വരുന്നുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ, ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. 2 മിനിറ്റ് എടുത്തൊന്ന് റീഡ് ചെയ്യാം. റീഡ് ചെയ്ത് കഴിയുമ്പോൾ തമ്പ് ചെയ്യാം. പല കുട്ടികളും നിങ്ങൾ നല്ല പറയുന്നത് തമ്പ് ചെയ്യാൻ ഭയങ്കര മടിയാ. നിങ്ങൾ നല്ല കുട്ടികളാണ് കേട്ടോ, നിങ്ങൾ ചെയ്യാറുണ്ട്. ബാക്കിയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് നമ്മളങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവര് ഭയങ്കര ബുദ്ധിമുട്ടോടുകൂടിയാ തമ്പ് ചെയ്യുന്നേ. കഴിഞ്ഞോ 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 എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പൊ ഒന്ന് വായിക്കുക. വായിച്ചു. ഓക്കെ,
അപ്പോ ഇവിടെ പറയുന്നുണ്ട് 4 ടൈപ്സ് ഓഫ് റൂഫിംഗ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. 4 ടൈപ്സ് ഓഫ് റൂഫിംഗ് ആണുള്ളത്. അതിനകത്ത് ഫസ്റ്റ് വൺ RC സെൻട്രിങ് ആണ്. ഓക്കെ, എന്താണ് RC സെൻട്രിങ്? നിങ്ങൾ വായിച്ചല്ലോ, എന്താ മനസ്സിലായേ? നസീഹത്തെ, എന്താ മോളെ മനസ്സിലായത് RC സെൻട്രിങ്? RC സെൻട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 നിലയുള്ള ടൈപ്പ് ആണോ? അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അതെ. ചില ആരാ പറയാ? ചില സ്കൂളുകളിൽ ഒറ്റ നില വെച്ചിട്ടുണ്ടാവും, ചില സ്കൂളിലൊക്കെ 2 നില വെച്ചിട്ടുണ്ടാവും. ചില സ്കൂളിൽ കാണുമ്പോ ഒറ്റ സ്കൂള് കാണുമ്പോ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അതാണ് മനസ്സിലായത്. അയ്യോ, മോളുണ്ട് ടീച്ചറെ, സമ്മതിക്കണില്ല. കുഴപ്പമില്ല, സാരല്ല. വേറെ ആർക്കെങ്കിലും പറയാമോ RC സെൻട്രിങ് എന്താണ്? റൂഫിംഗ്, RC സെൻട്രിങ് റൂഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് മോഡലാണത്? ജെസ്സി ജോസ് കൈപൊക്കുന്നുണ്ടല്ലോ, എന്താണ് അറിയാമോ? ആരും മിണ്ടുന്നില്ല. ഒന്നിൽ കൂടുതൽ നിലകളുള്ള അതാണ് ബിൽഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ നിലകൾ ഉണ്ടാകും എന്തായാലും. RC സെൻട്രിങ്ങിന് എന്തായാലും ഒന്നിൽ കൂടുതൽ നിലകൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ കാലഘട്ടത്തില് ഏറ്റവും കൂടുതൽ സ്കൂളുകള് RC സെൻട്രിങ് ആണ്. RC സെൻട്രിങ് എന്ന് പറഞ്ഞാല് റൂഫിംഗ് കോൺക്രീറ്റ്, പച്ച മലയാളത്തിൽ പറഞ്ഞാല് വാർക്ക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് 1, 2, 3, 4 നിലകളുള്ള സ്കൂളുകൾ. അങ്ങനെ നിലകൾ പണിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കോൺക്രീറ്റ് ചെയ്യണം അല്ലേ? നമ്മൾ കേട്ടിട്ടില്ലേ, ജാക്കി, ബീം, കോളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? ഒരു വീടിന്റെ മേൽത്തട്ട് അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുക. കോൺക്രീറ്റ് ചെയ്ത് അത് വാർത്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക? മുകളിലേക്ക് വീണ്ടും വീണ്ടും നിലകൾ പണിയാനായിട്ട് സാധിക്കുക. അപ്പോ RC റൂഫിംഗ് എന്ന് പറയുന്നത് റൂഫിംഗ് കോൺക്രീറ്റ് സെൻട്രിങ്ങിനെയാണ് കേട്ടോ. അതായത് വാർക്കൽ, അതിനെയാണ് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? നിങ്ങളുടെ വീടൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും ഇല്ലേ? ചെയ്തിട്ടില്ലേ? എല്ലാവരുടെയും വീട് ഇപ്പൊ വാർക്ക വീടാണല്ലേ. ആരും ഓടിട്ട വീട്ടിലൊന്നും താമസിക്കുന്നേ ഉണ്ടാവില്ല. അപ്പോ ആ വീടുകളൊക്കെ നിങ്ങളുടെ വീടുകളൊക്കെ RC സെൻട്രിങ് ആണ്. ഓക്കെ, ഇപ്പൊ 1, 2 നിലകളുള്ള അല്ലെങ്കിൽ 3 നിലകളൊക്കെ വീടുകളുള്ളവര് ഇതിനകത്ത് ഉണ്ടാകാം. ഇവരുടെയൊക്കെ വീട് RC സെൻട്രിങ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്, അതായത് കോൺക്രീറ്റ്. ഓക്കെ, അപ്പോ ഇന്നത്തെ സ്കൂളുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കെട്ടിടങ്ങളാണ്, അതായത് കോൺക്രീറ്റ് ചെയ്ത കെട്ടിടങ്ങളാണ് സ്കൂളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് ടൈപ്പ് അതാണ്. ആളുകൾ, അതായത് പാരന്റ്സ് ഏറ്റവും കൂടുതൽ കുട്ടികളെ കൊണ്ടുചെന്ന് ആക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള സ്കൂളുകളിലാണ്. ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. രണ്ടാമത്തത് ടൈൽ റൂഫിംഗ് ആണ്. എന്താണ് ടൈൽ റൂഫിംഗ്? ശില്പേ മോളെ, എന്താണ് ടൈൽ റൂഫിംഗ്? ടൈൽ റൂഫിംഗ് എന്താ? തൊണ്ട അടഞ്ഞിരിക്കുവോ? സാരമില്ല, വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, ഞാൻ പേര് വിളിക്കുന്നില്ല. നിങ്ങൾ മേൽക്കൂര എന്ന് പറയണത് ഈ പഴയ മോഡല് ടൈൽസ് ഒട്ടിച്ചതായിരിക്കും എന്റെ ക്ലാസ് റൂമൊക്കെ. ടൈൽസ് ഒട്ടിച്ചത് അങ്ങനെയാണ്. അങ്ങനെയാണ് മനസ്സിലാക്കി വെക്കണത്. പിന്നെ അതിനകത്ത് കോൺക്രീറ്റ് മേൽക്കൂരകളിൽ അതിനകത്ത് ചൂട് കൂടുതലായിരിക്കും അങ്ങനെയുള്ളത്. പിന്നെ ഈ മേൽക്കൂര അത് സെറ്റ് ചെയ്തേക്കണേല് പല പ്രോബ്ലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പലരും പല രീതിയിലാണ് മനസ്സിലായി. ഞാൻ തന്നെ പറയാം, നിങ്ങൾ കൺഫ്യൂഷൻ ആകുന്നില്ല. ഉദ്ദേശിക്കണേ എന്താണ്? ഓടിട്ടതാണ് ഉദ്ദേശിക്കണേ. ഉദ്ദേശിക്കുന്നത് ഓടിട്ടതാണ് ഉദ്ദേശിക്കുന്നത്. ചൂടായിരിക്കും, അപ്പൊ ചൂട് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ സീലിംഗ് പോലെ ചെയ്ത് കഴിഞ്ഞാല് കുറയും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അറിയില്ല കറക്റ്റ് ആണോ. സ്ഥലത്ത് ചൂടുണ്ടാവോ അധികം? പക്ഷെ അതാണ് ഞാനും ആലോചിച്ചത്, ഓടിട്ടതാണോ എന്ന്. അതാ ഞാനും ചോദിച്ചത്. പാരാഗ്രാഫിൽ അല്ലെങ്കിൽ അങ്ങനെ എഴുതിയേക്കണേൽ എന്തോ തെറ്റ് സംഭവിച്ചേക്കണേ കേട്ടോ. ഓടിട്ടേന് ചൂട് കുറവായിരിക്കും ഉണ്ടായിരിക്കും.
സാധാരണ കൂടുതലേ വരാറ്. അതാണ് കൺഫ്യൂഷൻ വന്നത്. അത് ഇവര് എഴുതിയാക്കണതിന്റെ മിസ്റ്റേക്ക് ആണ് കേട്ടോ. ടൈൽ റൂഫിംഗ് എന്ന് പറഞ്ഞാല് ഓട് മേഞ്ഞ അല്ലെങ്കിൽ ഓടിട്ട കെട്ടിടങ്ങളാണ്. അതായത് ഇപ്പോഴത്തെ കാലത്ത് ഉണ്ട്, നമ്മുടെ റയർ ആയിട്ട് കാണാറുണ്ട്. റയർ എന്നല്ല, ഉണ്ട്. അതായത് പഴയ സ്കൂളുകളൊക്കെ പൊളിച്ച് കെട്ടിടങ്ങളാക്കുന്നുണ്ട്. എന്നിരുന്നാലും ചില കുട്ടികൾ ഇപ്പോ ഓടിട്ട കെട്ടിടങ്ങൾ അല്ലെങ്കിൽ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോ ടൈൽ റൂഫിംഗ് എന്ന് പറഞ്ഞാല് ഓടിട്ട സ്കൂളുകൾ അല്ലെങ്കിൽ ഓടിട്ട കെട്ടിട സ്കൂളുകളെയാണ് നമ്മൾ ടൈൽ റൂഫിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ പണ്ട് കാലത്ത് മാം അത് ചരിച്ച് വാർത്തിട്ട് ഓട് ഒട്ടിക്കുന്നതല്ലേ? ചരിച്ച് വാർത്തിട്ട് ഓട് ഒട്ടിക്കുന്നത് ടൈൽ റൂഫിംഗ്. ഉള്ളിലും അത് ഒട്ടിക്കും, ഉള്ളിലും ഒട്ടിക്കും പുറത്തും അതേപോലെ ഓട് ഒട്ടിക്കും. അതിനെയാണ് ഈ ടൈൽ റൂഫിംഗ് എന്ന് പറയുന്നതെന്നാണ് എന്റെ ഒരു ഇത്. അതിന് ചൂടുണ്ടാവില്ല, ചൂടുണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചൂടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ. മേലായിട്ട് അങ്ങനെ ഇടുന്നതാണോ ഉദ്ദേശിച്ചത്? എന്താണ് ഈ വാർപ്പിട്ട ചെയ്ത വീടിന്റെ ഉൾഭാഗങ്ങൾ, നമ്മള് ഹാളിന്റെ ഒക്കെ ഉൾഭാഗങ്ങളിൽ ഉണ്ടാവല്ലോ ഓട് പതിപ്പിക്കും, അതേപോലെ മേലെയും പതിപ്പിക്കും, അങ്ങനെയുള്ളതാണോ? മേലെയും പതിപ്പിക്കും, അങ്ങനെയുമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്നുണ്ട്, ഇവര് പറയുന്നുണ്ട് ഓൾഡ് ടൈപ്സ് സ്കൂളില് ഈ ഓടിട്ട അല്ലെങ്കിൽ ഓടിട്ട കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ഓട് മേഞ്ഞതാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പഴയ ടൈപ്പിലോട്ടാണെന്നാണ് വിചാരിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് സെർച്ച് ഒക്കെ ചെയ്ത് നോക്കിയാൽ ഇപ്പൊ നേരത്തെ അഭിജിത്ത് ജയൻ പറഞ്ഞ പോലെ തന്നെ ചരിച്ചു വാർത്തിട്ട് നമ്മൾ ടൈൽ ഒട്ടിക്കില്ലേ, അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ടൈൽ റൂഫിംഗ് എന്ന് പറയാം. പക്ഷെ ഇവിടെ ഓൾഡ് ടൈപ്പ് എന്ന് കൊടുത്തിരിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ രമ്യ പറഞ്ഞോളൂ. മാം ഞങ്ങളുടെ വീട് പ്ലെയിൻ ആയിട്ട് വാർത്തു. എന്നിട്ട് മുകളില് അതായത് പണ്ടത്തെ പഴമ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഹസ്ബൻഡിനും. അപ്പോൾ നാലുകെട്ട് മോഡലാക്കണം എന്ന് വിചാരിച്ചിട്ട് ഓട് മേയാണ് ചെയ്തത്. ആണല്ലേ? കോട്ടിയാടുണ്ട്, നടുമുറ്റുണ്ട് വീട്ടില്. അപ്പോ ഇങ്ങനെ അപ്പൊ അതിനെയും പറയില്ലേ ഇങ്ങനെ ടൈൽ റൂഫിംഗ് പോലെയല്ല അത്. പ്ലെയിൻ ആയിട്ട് വാർത്തിട്ട് അത് കഴിഞ്ഞാൽ നമുക്ക് പണ്ടത്തെ നാലുകെട്ട് വീട് പോലെ തോന്നുള്ളൂ ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ. ഓടാണ് മുഴുവൻ, പക്ഷെ പ്ലെയിൻ ആയിട്ട് വാർത്തുണ്ട്. നമുക്ക് പണ്ടത്തെ ഇത് മാത്രം പറ്റില്ല. ഇപ്പൊ ഒന്നും കൂടി സേഫ്റ്റി ആവാൻ വേണ്ടി പ്ലെയിൻ ആയിട്ട് വാർത്തിട്ട് ഓട് മേയാണ് ചെയ്തത്. പിന്നെ കോട്ടിയാടുണ്ട്, അപ്പൊ നാലുകെട്ട് പൊടിയായിട്ട് പണിയാണ് ചെയ്തത്. അങ്ങനെയാണ് ചെയ്തത് അല്ലേ? ഓക്കെ. അപ്പോ ആ ടൈപ്പ് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ ചരിച്ചു വാർത്തിട്ട് അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് വാർത്തിട്ട് ഈ ഓട് ഇങ്ങനെ ഒട്ടിക്കില്ലേ, അതിനെയാണ് ടൈൽ റൂഫിംഗ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഈ ഒരു ഇതില് ഓൾഡ് ടൈപ്പ് എന്ന് കൊടുത്തുകൊണ്ടാണ് എനിക്കൊരു കൺഫ്യൂഷൻ വന്നത് കേട്ടോ. ഓൾഡ് ടൈപ്പ് ആയിട്ടുള്ള എങ്ങനെയാണ് നിങ്ങൾക്കറിയില്ല? ഓൾഡ് ടൈപ്പ് ആയിട്ടുള്ളത് ഓട് അത് ഓൾഡ് ടൈപ്പ് ആണ്. ഇപ്പൊ അങ്ങനെ ചെയ്യുന്നില്ല. പണ്ട് പഴയ വീട് ഇങ്ങനെ കൂട്ടിയെടുക്കുമ്പോഴൊക്കെ ഇവരിങ്ങനെ ചരിച്ചു വാർത്തിട്ട് ഓട് ഒട്ടിക്കുക ചെയ്യാറ്. ഞങ്ങളുടെ പഴയ വീട്ടിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് ഓൾഡ് ടൈപ്പ് ആണ്. അതെന്ന് വെച്ചാൽ പൊക്കം കുറവായിരിക്കും. അതിലിങ്ങനെ ചരിച്ചിട്ട് അവരിങ്ങനെ കൂട്ടിയെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. ഓട് വീട്ടിൽ നിന്ന് നമ്മളെ RC ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവര് ചരിച്ചിട്ട് അതിൽ ഓട് ഒട്ടിച്ചെടുക്കുക ചെയ്യുന്നത്. പൊക്കം കുറവായിരിക്കും ശരിക്കും പറഞ്ഞാൽ അതിൽ. അപ്പൊ അതുകൊണ്ടാണ് ഈ ചൂട് ഉദ്ദേശിച്ചിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പൊക്കം കുറവായിരിക്കും. ആയിരിക്കും അല്ലേ? ഓക്കെ, താങ്ക് യു പറഞ്ഞിട്ട് കേട്ടോ. എനിക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഞങ്ങളുടെ പ്ലാൻ വന്നപ്പോഴേ ഇതേപോലെ തന്നെ ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഹൈറ്റ് കുറവായിരിക്കും വീടിനെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അതില് എന്താ പറയാ ഞങ്ങളുടേതായ കുറച്ച് പ്ലാനുകൾ മാറ്റം വരുത്തിയിട്ട് നല്ല ഹൈറ്റിലാണ് പണിതിക്കണേ. അപ്പൊ ഒന്നും കൂടി ഭംഗിയായി വീട് കാണാൻ. പ്ലെയിനായി വാർത്തിട്ട് ഓട് മേയുമ്പോ ഹൈറ്റ് കുറവാണെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോ നല്ല ഹൈറ്റിലാണ് വീട് പണിതിക്കണത്. അപ്പൊ ഹൈറ്റ് കുറവില്ല, എന്നിട്ടാണ് ഓട് മേയ ചെയ്തത്. ആണല്ലേ? ഓക്കെ ഓക്കെ. അടുത്തത് ഷീറ്റ് റൂഫിംഗ്. ഷീറ്റ് റൂഫിംഗ് എന്താണ്? ഷീറ്റ് റൂഫിംഗ് ഒരാളൊന്ന് പറഞ്ഞേ, ഷീറ്റ് റൂഫിംഗ് എന്താണ്? ഷീറ്റ് റൂഫിംഗ് കോൺക്രീറ്റ് മറ്റേ ഇതുണ്ട്, ആസ്പെറ്റോസും ഉണ്ട്. അല്ലാണ്ട് ഷീറ്റ് നമ്മുടെ അലൂമിനിയം ഷീറ്റ് വെച്ചിട്ടുണ്ട്, ഇരുമ്പും ഉണ്ട്. ആ 2 ഷീറ്റ് വെച്ചും റൂഫ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോ സാധാരണയായിട്ട് ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ മുകളില് അറ്റാച്ച് ചെയ്തെടുക്കുമ്പോഴൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ ചെയ്യുന്നതിന് തന്നെയാണ് ഷീറ്റ് റൂഫിംഗ് എന്ന് പറയുന്നത്. ചില സ്കൂളുകളിലൊക്കെ ഉണ്ട്. ഇപ്പൊ പഴയ സ്കൂളുകളിലൊക്കെ കോൺക്രീറ്റ് അല്ലാത്ത എന്താ പറയാ പെട്ടെന്ന് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഈ കാശ് കുറവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നവർക്കൊക്കെ ഉണ്ട് അത്. ഇപ്പൊ ഇല്ല, ഇപ്പൊ എല്ലാവരും ഇതാക്കിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഇപ്പൊ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സ്കൂളുകളില്
മേളില് നമ്മുടെ എന്താ പറയാ സ്റ്റേജിനൊക്കെ വേണ്ടിയിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. കോൺക്രീറ്റ് അല്ലാണ്ട് റൂഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഷീറ്റ് റൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീറ്റ് മറ്റേ ആസ്പെറ്റോസും ഉണ്ട്. 3 ടൈപ്പ് ഉണ്ട് ഷീറ്റ് റൂഫിംഗ്. അലുമിനിയം, അലുമിനിയം, അയണും ഉണ്ട്. ഇരുമ്പ് ഷീറ്റ്, ടിൻ ഷീറ്റ്. ടിൻ ഷീറ്റ് ആണത്. ഭയങ്കര ചൂടായിരിക്കും അല്ലേ? ചൂടായിരിക്കും. ആസ്പെറ്റോസ് ചൂടായിരിക്കും. ഇതിന് ഭയങ്കര സൗണ്ട് ആയിരിക്കും. ഷീറ്റിന് മറ്റേ വെള്ളം വീഴുമ്പോ ഭയങ്കര സൗണ്ട് ആയിരിക്കും. ചൂട് കൂടുതലായിരിക്കും. ഇങ്ങനെയൊക്കെ വന്ന് വീണ് കഴിഞ്ഞാല് ഭയങ്കര സൗണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഓലമടലോ മുകളിൽ നിന്ന് എന്തെങ്കിലും സാധനം വന്ന് വീണ് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് ആയിരിക്കും. അതുപോലെ മഴ പെയ്യുമ്പോൾ ഭയങ്കര സൗണ്ട് ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സൗണ്ട് ആയിരിക്കും. എല്ലാവർക്കും മനസ്സിലായല്ലോ ഷീറ്റ് റൂഫിംഗ് എന്താണെന്ന്? കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ എല്ലാവരും, ഇല്ലേ? എല്ലാവരും കണ്ടിട്ടില്ലേ? ഷീറ്റ് ഭയങ്കര ചൂടായിരിക്കും കേട്ടോ. ഷെഡുകളൊക്കെ, അതായത് ഈ ഒരു ഷീറ്റ് റൂഫിംഗ് ഉള്ള കെട്ടിടങ്ങളൊക്കെ ഷെഡുകളായിട്ടാണ് വരും. ഇപ്പൊ നേരത്തെ അഭിജിത്ത് ജയൻ പറഞ്ഞ പോലെ തന്നെ. മോളുടെ പേരെന്താ ശരിക്കും? അഭിജിത്ത് ജയൻ ശരിക്കും പേരെന്താ? എന്റെ പേര് മഹേശ്വരി എന്നാണ്. മഹേശ്വരി എന്നാണ്. മഹേശ്വരി. എന്റെ മോന്റെ പേരാ കിടക്കുന്നേ അല്ലേ? ഓക്കെ. ഷെഡുകളായിട്ടുള്ള സ്കൂളിൽ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ എന്താണ് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ കഞ്ഞിയൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ അവർ കഞ്ഞിയൊക്കെ വെക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഈ ഷീറ്റ് വെച്ചിട്ടൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഷെഡുകളായിട്ടായിരിക്കും ഓൾമോസ്റ്റ് നമ്മളത് കാണപ്പെടുക കേട്ടോ. ദെൻ താച്ചഡ് റൂഫിംഗ്. എന്താണ് താച്ചഡ് റൂഫിംഗ് എന്ന് പറഞ്ഞാല്? എന്താണത്? വൈക്കോല്, പുല്ല്. വൈക്കോല്, ഓലമെടോ, ഓലമേഞ്ഞ എന്ന് പറയില്ലേ? വൈക്കോല് മേഞ്ഞ അല്ലെങ്കിൽ ഓലമേഞ്ഞ എന്നൊക്കെ പറയില്ലേ? കെട്ടിടങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ പണ്ടത്തെ കാലത്തെ? വൈക്കോല്, ഓലമേഞ്ഞ അല്ലെങ്കിൽ വൈക്കോല് കൊണ്ടൊക്കെയുള്ള വീടുകളൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ വൈക്കോല് മേഞ്ഞ കെട്ടിടങ്ങൾ, അതിനൊക്കെയാണ് താച്ചഡ് റൂഫിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾ അല്ലെങ്കിൽ സ്കൂളുകൾ പുവർ സ്കൂളുകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. തീരെ എന്താ പറയാ ദരിദ്രരായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയാ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂള്, അങ്ങനെയൊക്കെയാണ് ഈ ഒരു സ്കൂളിനെ നമ്മൾ കണക്കാക്കുന്നത്. ഇങ്ങനെ സ്കൂൾ നമ്മുടെ കാലത്തൊന്നും ഇപ്പൊ ഇല്ല. മുമ്പത്തെ കാലത്ത് ഉണ്ടായിരുന്നു ഗുരുകുലം, അങ്ങനെയുള്ള പണ്ടത്തെ കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ ഒക്കെ ഇതില് ഇങ്ങനെയുള്ള ഇതായിരുന്നു. അതായത് വൈക്കോല് മേഞ്ഞത്, അങ്ങനെയുള്ള കാര്യം. ഗുരുവിന്റെ ഒക്കെ വീട് അങ്ങനെയായിരുന്നു. അപ്പോ ഈ 4 ടൈപ്പ് റൂഫിംഗ് ആണ് ഉള്ളത് കേട്ടോ. ഇനി അതുപോലെ തന്നെ വേറൊരു ഇത് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്, അതായത് നല്ല രീതിയിൽ വായു നമുക്ക് കിട്ടത്തക്ക രീതിയിൽ മരങ്ങളുടെ അടിയില് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് അല്ലെ? ഇപ്പോഴും ഉണ്ട്. ചില ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചില മൂവീസിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും സ്കൂളിൽ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല. ടീച്ചേഴ്സ് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്ലാവിന്റെയും മാവിന്റെയും ഒക്കെ ചോട്ടിലിരുത്തിയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. മഠത്തിലായിരുന്നു അത്. നിറയെ മരം ഉണ്ടായിരുന്നു. അതിന്റെ അടിയിലൊക്കെ കൊണ്ടുവച്ചിട്ട് എത്തി പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതിനെ റൂഫിംഗ് ക്ലാസ്സസ് എന്നാണ് കേട്ടോ പറയുന്നത്. മരത്തിന്റെ തണലില് കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്നതിനെ ട്രീ റൂഫിംഗ് ക്ലാസ്സസ് എന്ന് പറയുന്നു. ഓക്കെ. APJ അബ്ദുൽ കലാം പഠിച്ചപ്പോ ട്രീസിന്റെ അടിയിൽ പോയി ഇരുന്ന് പഠിപ്പിച്ച കാര്യം അതിന്റെ ക്ലാസ് ടോപ്പർ ആയിരുന്നപ്പോൾ ഒരു സ്റ്റോറിയിലാണ് പറയുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പറയുന്നത്. എന്താണ്? ക്ലിയർ ആയില്ല കേട്ടോ. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ക്ലാസ് ടോപ്പർ എന്നുള്ള ഒരു സ്റ്റോറിയില് അദ്ദേഹം ഇങ്ങനെ മരത്തിന്റെ അടിയിലിരുന്ന് സാറ് പഠിപ്പിച്ച ഒരു സ്റ്റോറിയൊക്കെ അദ്ദേഹം അതിൽ പറയുന്നുണ്ട് അല്ലേ? സറൗണ്ടിങ്സിലുള്ള ഇത് അന്ന് അയാൾക്ക് ഉള്ള മനോഭാവങ്ങൾ. അപ്പൊ അതിൽ നിന്ന് ശരിക്കും സ്റ്റഡിയില് ലോ ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഹൈ ആവാൻ പറ്റിയതിനെ കുറിച്ചൊക്കെ അതിൽ ആ സ്റ്റോറിയിൽ അയാൾ പറയുന്നുണ്ട്. ഓക്കെ. അടുത്തത് നോക്കിയാൽ നിങ്ങള് ഫ്ലോറിംഗ് ആണ് പറയുന്നേ. ഫ്ലോറിംഗ് എന്താണ്? അതായത് തറ അല്ലെ? അതായത് സിമെന്റ് കൊണ്ടാണ് നമ്മൾ എന്താ ചെയ്യുക? ഫ്ലോർ ചെയ്യുക അല്ലെ? ഫ്ലോറിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ചെയ്യുക. ഇനി ചില സ്ഥലങ്ങളിൽ നമ്മളിപ്പോ നമ്മുടെ സ്കൂളുകളിലൊന്നും കണ്ടുവരുന്നില്ല. പണ്ട് കാലത്തെ കണ്ടുവരായിരുന്നു. മഡ് ഫ്ലോറിംഗ് എന്ന് പറയും. അതായത് ചാണകം കൊണ്ട് മെഴുകുക അല്ലെ? പണ്ടത്തെ വീടുകളിലൊക്കെ നമ്മൾക്ക് കാണാവുന്നതാണ്. ചാണകം കൊണ്ട് മെഴുകി എന്താ പറയാ ആ തറ ഫ്ലോർ ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോ അതിന് കൗഡകം കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും സിമെന്റ് കൊണ്ടാണ് എന്ത് ചെയ്യുക? തറ ഫ്ലോർ ചെയ്യുക അല്ലെ?
അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയാ മഡ് ഫ്ലോറിങ്ങിലൂടെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് കുട്ടികളുടെ കാലും അതുപോലെ തന്നെ ഡ്രസ്സും ചീത്തയാകുന്നതാണെന്നാണ് ഇവിടെ പറയുന്നത്. എന്താ പറയാ വൃത്തിഹീനമാകുന്നു എന്ന് പറയുന്നുണ്ട്. കുറെ പ്രോബ്ലംസ് ഈ ഒരു മഡ് ഫ്ലോറിംഗ് കൊണ്ട് ഉണ്ടാവാറുണ്ട്. അപ്പോ പണ്ടത്തെ കാലത്ത് ഇപ്പൊ മാഡം മോണ്ടിസോറി ഇവിടെ പറയുന്നുണ്ട്, മോണ്ടിസോറി പ്രോസസ്സിൽ അല്ലെങ്കിൽ മോണ്ടിസോറി സ്കൂളുകൾ, അതായത് പണ്ടത്തെ കാലത്തൊക്കെ മോണ്ടിസോറി, അതായത് മരിയ മോണ്ടിസോറിയുടെ ഒരു ഇതാണ് പറയുന്നത്. ഇങ്ങനെയുള്ള അതായത് ഈ തറയിലിരുത്തിയാണ് കുട്ടികളെ പഠിപ്പിക്കാന്ന് മരിയ മോണ്ടിസോറിയുടെ ഒരു തോട്ടുണ്ട്. കാരണം കുട്ടികളെ പഠിപ്പിക്കുന്നത് കൂടുതലും, അതായത് അവര് തിയറിയേക്കാളും കൂടുതൽ ചെയ്യുന്നത് ആക്ടിവിറ്റികളാണ്, അല്ലെ? ആക്ടിവിറ്റീസാ ചെയ്യുക. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ കുട്ടികളെ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലോറിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. നമ്മൾ ബെഞ്ചിലോ അല്ലെങ്കിൽ ഒരു ചെയറിലോ ഒന്നും അല്ല നമ്മൾ ഇരിക്കേണ്ടത്. നമ്മളൊരു തറയിൽ ഇരിക്കുക. തറയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾക്കൊരു എന്താ പറയാ മാറ്റ് ഇടാം, ഒരു പരവതാനി വിരിക്കുക. അതുപോലെ തന്നെ ആക്ടിവിറ്റി എന്താണോ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ ഒരു സ്പൂണിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ ആ ഒരു സ്പൂണിംഗ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പോറിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഈ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോൾ നിർബന്ധമായും അതിനും ഒരു മാറ്റ് നമ്മൾ മാറ്റിവെക്കണം. മോണ്ടിസോറി മെത്തേഡിൽ എല്ലാ ആക്ടിവിറ്റിക്കും മാറ്റ് നിർബന്ധമാണ്. ഓക്കെ, അപ്പോ കുട്ടികൾ തറയിലാണ് ഇരുന്നത് ചെയ്യുന്നതെങ്കിലും കുട്ടികൾ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു മാറ്റ് നിർബന്ധമാണ്. അവരെ വെറും തറയിൽ ഇരുത്താനായിട്ട് പാടുള്ളതല്ല. ഒരു പായയോ അല്ലെങ്കിൽ ഒരു പരവതാനിയോ വിരിച്ചിട്ട് വേണം അവരവിടെ ഇരിക്കാനായിട്ട്. ഓക്കെ ടീച്ചർ, ഇപ്പൊ ഈ അംഗൻവാടിയിലൊക്കെ എയർ കാർപ്പറ്റാ വിരിച്ചാണ്. അപ്പൊ അതിൽ ശരിക്കും എയർ ഉള്ളത്, അതിലാണ് പിള്ളേരെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് ഇരുത്തണത്. അതെ, ശരിയാണ്. അംഗൻവാടിയിൽ എങ്ങനെയാണോ നമ്മൾ ചെയ്യിപ്പിക്കുന്നത് അതുപോലെ തന്നെയുള്ള മെത്തേഡാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. താഴത്താണ് നമ്മൾ ഇരുന്ന് ചെയ്യുക. താഴത്തിരുന്ന് ചെയ്യുമ്പോൾ കൂടുതൽ സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. കുട്ടിക്ക് എന്താ പറയാ, ഒരു പ്രൊട്ടക്ഷൻ പോലെ ആയിരിക്കും കുട്ടിക്ക് അത്. കാരണം അവൻ തറയിലിരുന്നാണല്ലോ പഠിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്. അപ്പൊ കുട്ടിക്ക് അത് കൂടുതൽ കോൺഫിഡൻസും കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. റിജോ, നീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേ. അതെ, പിക്ചർ ഒന്ന് ഷെയർ ചെയ്യാൻ ഒരു സെക്കൻഡ് കേട്ടോ. മെയിലിലോട്ട് അയച്ചിട്ടില്ല, എനിക്ക് അയച്ചിടും.
ഓക്കെ, നമുക്ക് നോക്കാം. സൈഡ് വോൾ എന്താണ്? സൈഡ് വോള് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? മഹേശ്വരി കണ്ടിട്ടുണ്ടോ? സൈഡ് വോൾ എന്താണ്? സ്കൂളുകളിൽ അല്ലെങ്കിൽ ക്ലാസ്? ഓ മാം കണ്ടിട്ടുണ്ട്. സൈഡ് വോളില് ഇങ്ങനെ ഇപ്പൊ മാം തന്നിരിക്കുന്ന പോലെ ബോർഡ് വെച്ചിരിക്കും. പിന്നെ ഉള്ള താഴെ ഉള്ളത് അവര് ശരിക്കും ഇപ്പൊ കുട്ടികൾക്ക് ഈ സൈഡ് വോളില് ഇപ്പൊ ഒരു ഈ നമ്മളെന്താ പറയാ സ്ക്രിപ്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയുള്ള പെയിന്റ് അടിക്കണം എന്നാണ് നിയമം. അത് ഇപ്പൊ ചെയ്തിട്ടില്ല, പക്ഷെ അങ്ങനെ ചെയ്യണമെന്നാണ് നിയമം. ആ സൈഡ് വോളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അവരുടെ പൊക്കത്തിനനുസരിച്ച് ഉള്ള സ്ഥലത്ത് സ്ക്രിപ്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെയിന്റ് ആയിരിക്കും അവർ അടിച്ചിരിക്കുന്നത്. ആ സൈഡില് മേളിലായിട്ട് മാം പറഞ്ഞു, മാം ഇട്ടേക്കുന്ന പോലത്തെ ഈ ബോർഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഒട്ടിച്ചിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ബ്ലാക്ക് ബോർഡ് നോക്കാം. റിജോ ബ്ലാക്ക് ബോർഡ് നോക്കാം കേട്ടോ. 5 ടൈപ്സ് ഓഫ് ബ്ലാക്ക് ബോർഡ് ഉണ്ട്. അതിനകത്ത് വാൾ മെയ്ഡ് ബോർഡ് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന് കേട്ടോ. ഇതല്ല കേട്ടോ, ഈ പിക്ചർ അല്ല. റിജോ ഒന്ന് വന്നേ പറ്റുന്ന ഹാൾമേഡ് മറ്റേ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചേക്കുന്ന ടൈപ്പ് അല്ലേ ടീച്ചർ? ഇത് ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാ. പിക്ചർ വരുന്നില്ല നോക്കിയിട്ട്. ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ, നോക്കിയ നിങ്ങള് വാൾമെയ്ഡ് ബോർഡ് കേട്ടോ. അതായത് നമ്മള് ഇത് റൂം നമ്മള് മെയ്ഡ് ചെയ്യുമ്പോ തന്നെ, അല്ലെങ്കിൽ ക്ലാസ് റൂം നമ്മൾ പണിയുമ്പോ തന്നെ ആ ഭിത്തി നമ്മള് എന്താ പറയാ ഓൾറെഡി സെറ്റ് ചെയ്യില്ല, വോള് സെറ്റ് ചെയ്യില്ല. അപ്പൊ തന്നെ നമ്മള് ഈ ബോർഡ് ഫിക്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്തിരിക്കും. ഓക്കെ, അതിനെയാണ് വാൾമെയ്ഡ് ബോർഡ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്കത് മാറ്റാനായിട്ട് പറ്റില്ല, അത് പെർമനന്റ് ആയിട്ട് അവിടെ തന്നെ ഇരിക്കും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? പിക്ചർ കണ്ടിട്ടില്ലേ? ഫിക്സ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ദാറ്റ് ഈസ് വാൾമെയ്ഡ് ബോർഡ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ കെട്ടിടം ഉള്ളിടത്തോളം കാലം ആ ബോർഡും അവിടെ തന്നെ ഉണ്ടാകും. ഓക്കെ, രണ്ടാമത്തേതാണ് വാൾ ഫിക്സഡ് ബോർഡ് കേട്ടോ. വാൾ ഫിക്സഡ് ബോർഡാണ് നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് കേട്ടോ. ഇതെന്താണ്? ഒന്നില്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ വുഡൻ അലുമിനിയം അല്ലെങ്കിൽ പ്ലൈവുഡ് അങ്ങനെയുള്ള ഐറ്റംസ് കൊണ്ടാണ് ഈ ഒരു എന്താ പറയാ ഈ ഒരു വാൾ ഫിക്സഡ് ബോർഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഭിത്തിയിൽ അടിച്ചു വെക്കാം അല്ലെ. നമുക്കറിയാം വൈറ്റ് ബോർഡ്, ബ്ലാക്ക് ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്കൂളുകളിൽ കാണുമ്പോൾ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുക, അവിടെ ഫിക്സ് ചെയ്തിരിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് റിമൂവ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, വാൾമെയ്ഡ് ബോർഡ് പോലെ അങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ള ഒന്നല്ല ഇത് കേട്ടോ. ഓക്കെ, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് മാത്രം. ക്ലിയർ ആണോ? ഇത് മറ്റേ തെർമോക്കോളിന്റെ സംഭവങ്ങൾക്കാണ് നമ്മൾ ചാർട്ടൊക്കെ അതിൽ സ്റ്റിക്ക് ചെയ്യാൻ പാകത്തിനുള്ളത്. സ്റ്റിക്ക് ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, അത് നോട്ടീസ് ബോർഡ് അല്ല മാം. എന്താണ്? ഇത് ഞാൻ ജസ്റ്റ് പടം എടുത്തിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് അതിന്റെ ഒരു മാതൃക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ മുകളിൽ 2 ആംഗിളില് ഇത് നോക്കിയാൽ നിങ്ങള് ആണി അടിച്ച് അങ്ങനെയുള്ള ഒരു ഇതില്ലേ, അതാണ് വാൾ ഫിക്സഡ്. ഫിക്സ് ചെയ്യാം നമുക്കത് അവിടെ. ഓക്കെ,
അടുത്തത് സ്റ്റാൻഡ് ബോർഡ് ആണ് കേട്ടോ. സ്റ്റാൻഡ് ബോർഡ് നോക്കിയാൽ നിങ്ങള് സ്റ്റാൻഡ് ഉണ്ടാകും. ആ ബോർഡ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് എന്തായാലും ഉണ്ടാകും. കണ്ടോ നിങ്ങള്? കണ്ടായിരുന്നോ? റെസ്പോണ്ട് ചെയ്യട്ടെ. ഞങ്ങൾ പഠിക്കുമ്പോഴുള്ള ബോർഡ് ഇങ്ങനത്തെ തന്നെയാണ്. ഇങ്ങനത്തെ ബോർഡല്ലായിരുന്നു, അത് ബ്ലാക്ക് ബോർഡ് ആയിരുന്നു. സ്റ്റാൻഡ് ഒക്കെ ആയിട്ട് ബ്ലാക്ക് ബോർഡ് ആയിരുന്നു ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്. അതെ, ബ്ലാക്ക് ബോർഡ് ആയിരുന്നു. സ്റ്റാൻഡിംഗ് ബോർഡ് ആയിരുന്നു. ഇങ്ങനെ സ്റ്റാൻഡിലുള്ള ബോർഡ് ആയിരുന്നു. സ്റ്റാൻഡിലുള്ള ബോർഡ് ആയിരുന്നു. ഇത് കുറച്ച് റിസ്കി ആണ്, കാരണം ഇളകി വീഴാനൊക്കെ സാധ്യതയുണ്ട്. നമ്മൾ മര്യാദക്ക് ഫിക്സ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? കാലുമൊക്കെ വന്ന് വീഴാനും അതുപോലെ തന്നെ താഴത്തൊക്കെ വീഴാനും സാധ്യതയുള്ള ബോർഡാണ് ഈ ഒരു സ്റ്റാൻഡ് ബോർഡ്. അതുകൊണ്ട് തന്നെ ഇതൊരു റിസ്കി ബോർഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ ഫിക്സ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണത്. ഈ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഈ ബോർഡ് നമുക്ക് ഫിക്സ് ചെയ്യണ്ടേ, പിന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിജോ വന്നേ. ബാക്കിയുള്ള പിക്ചർ വന്നിട്ടില്ലല്ലോ. ഇത് രണ്ടും ഇത് വേറെ. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ, ഇവിടെ എടുക്കാണ്. മതി, അത് അതല്ല മറ്റേ വേറെ കണ്ടു വരില്ല. ഒരു നമുക്ക് ഉണ്ടായിരുന്നല്ലോ. ഓക്കെ. ഞാൻ അടുത്ത നോക്കിക്കോളൂട്ടോ നിങ്ങള്. റോളിംഗ് ബോർഡ് കാണുന്നുണ്ടോ? റോളിംഗ് ബോർഡ് നമ്മൾക്കൊക്കെ ഹെൽപ്ഫുൾ ആണ് അല്ലേ? ഇന്റേൺഷിപ്പിനൊക്കെ പോകുമ്പോൾ ഹെൽപ്ഫുൾ അല്ലേ ഈ ബോർഡ്? റോളിംഗ് ബോർഡ് കണ്ടിട്ടുണ്ടോ അത്? വന്നില്ലല്ലോ. കാണുന്നില്ല. റിജോ കാണുന്നില്ല. കാണാം മിസ്. കാണാമോ? ഇല്ല മാം, കാണുന്നില്ല. കാണുന്നില്ല മാം. ഇല്ല മാം, കാണുന്നില്ല കേട്ടോ. സ്റ്റാൻഡ് ബോർഡാണ് കാണുന്നത്. സ്റ്റാൻഡ് ബോർഡാണ് കാണുന്നത്. ഇതല്ലേ എന്താണ് അതാണ് കാണിക്കണ്ടേ? കാണുന്നില്ല നോക്കാം.
കാണാം മാം. വന്നു. ആ കണ്ടോ? കണ്ടു മാം. ആ ഇപ്പൊ നോക്കിയേ കാണുന്നുണ്ട്. ഇപ്പൊ കാണുന്നുണ്ട്, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? നോക്കിയാൽ നിങ്ങൾ റോളിംഗ് ബോർഡാണ് കേട്ടോ. റോളിംഗ് ബോർഡ് നമുക്ക് റോൾ ചെയ്യാം. നിങ്ങൾക്കിപ്പോ സ്കൂളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് പിടിച്ചുകൊണ്ട് പോവാം. ടെമ്പററി ആണ് കേട്ടോ, താൽക്കാലികമാണ്. സ്ഥിരമായിട്ട് ഒരു ബോർഡ് വരുന്നത് വരെ, അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ സാധനം ചുരുട്ടിയെടുത്ത് നമ്മുടെ കയ്യിൽ പിടിച്ച് കൊണ്ടുപോവാം കേട്ടോ. ഒരു എന്താ പറയാ, അതില് ഹാങ് ചെയ്തിട്ടാ മതി. ജസ്റ്റ് നമുക്കൊന്ന് എന്താണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാനുള്ളത് ഒന്ന് ജസ്റ്റ് നമുക്ക് ഇതിലൂടെ കാണിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് സ്ക്രീൻ ബോർഡ് ആണ് കേട്ടോ. സ്ക്രീൻ ബോർഡ് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്ക്രീൻ ബോർഡുകളാണ് അല്ലെ? നമ്മളിപ്പോ ഒരു സെമിനാറിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കുട്ടികളുടെ പ്രൊജക്ട് വർക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ സ്ക്രീൻ ബോർഡ് ഉപയോഗിച്ചിട്ടാണ് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിക്ചർ കണ്ടോ നിങ്ങള്? കാണുന്നുണ്ടോ? ദാറ്റ് ഈസ് സ്ക്രീൻ ബോർഡ് കേട്ടോ. അതാണ് സ്ക്രീൻ ബോർഡ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇപ്പൊ സ്ക്രീൻ ബോർഡ് ആണ്. എന്തെങ്കിലും ഇപ്പൊ നമ്മൾ പുതിയ യുഗത്തിലാണല്ലോ ജീവിക്കുന്നത്, അതുകൊണ്ട് തന്നെ സ്ക്രീൻ ബോർഡിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ കുട്ടികളെ ഒരേ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ പറയും. ഓൺലൈൻ വഴി അല്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ് അല്ലെങ്കിൽ ഓൺലൈൻ വഴിയുള്ള എഡ്യൂക്കേഷനിലൊക്കെ സ്ക്രീൻ ബോർഡുകളാണ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ മുമ്പിൽ അവര് പ്രസന്റ് ചെയ്യുക. ഓക്കെ, അപ്പോ വാൾമേഡ് ബോർഡ് പറഞ്ഞു. വാൾമേഡ് ബോർഡിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് പറഞ്ഞ ആരെങ്കിലും? വാൾമേഡ് ബോർഡ് ജയശ്രീ ഒന്ന് പറയാമോ? ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ചത് വാൾമേഡ് ബോർഡ്. മാറ്റാൻ പറ്റില്ല, അങ്ങനെ ഇരിക്കും. റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ? ഓക്കെ, പെർമനന്റ് ആണ്. വാൾ ഫിക്സഡ് ബോർഡ് ആണെങ്കിലോ? വാൾ ഫിക്സഡ് ബോർഡ് അത് വാളില് ഫിക്സ് ചെയ്യുന്നതായിരിക്കും. ഫിക്സ് ചെയ്യുന്നതായിരിക്കും. സ്റ്റാൻഡ് ബോർഡ് ആണെങ്കിലോ? സ്റ്റാൻഡ് ബോർഡ് സ്റ്റാൻഡിലായിരിക്കും വെച്ചിരിക്കുന്നത്. നമുക്ക് സ്റ്റാൻഡിൽ നിന്ന് മാറ്റി വെക്കാൻ സാധിക്കും. റിസ്കി ആണ് കേട്ടോ, കുറച്ച് കൂടിയാണ്. ഓക്കെ, റോളിംഗ് ബോർഡിന്റെ പ്രത്യേകത എന്താണ്? റോളിംഗ് ബോർഡ് അത് നമുക്ക് റോൾ ചെയ്ത് കൊണ്ടുപോയി നടക്കാം, ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാം. ഓക്കെ, സ്ക്രീൻ ബോർഡിന്റെ പ്രത്യേകത എന്താ? സ്ക്രീൻ ബോർഡ് ഇപ്പോഴത്തെ ടൈപ്പ് മോഡൽ ബോർഡാണ്. അത് നമ്മൾ ടോർച്ചൊക്കെ അടിച്ചിട്ട് നോക്കുക, ആ ബോർഡല്ലേ മാം ഉദ്ദേശിക്കുന്ന? അതെ 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 അതെ. അത് കമ്പ്യൂട്ടർ PC ഉപയോഗിക്കുന്ന ബോർഡാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മീറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് പറഞ്ഞു, ഏറ്റവും കൂടുതൽ എന്താ പറയാ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബോർഡ് ഏതാണ് ഇതിനകത്ത്? നമ്മൾ 5 ടൈപ്പ് ബോർഡുകൾ പറഞ്ഞല്ലേ? നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യുക? നിങ്ങളാണ് പഠിപ്പിക്കുന്നെങ്കിൽ സ്ലൈഡ് ബോർഡ്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സ്മാർട്ട് ക്ലാസ് ആയിട്ട് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് 5 സ്റ്റാൻഡേർഡ് ഒക്കെ. അപ്പൊ ഇതിനകത്ത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് സ്ലൈഡ് ബോർഡാണ് യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ട്. ഇവിടെ ഞങ്ങളുടെ സ്ക്രീൻ ബോർഡാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? സ്ക്രീൻ ബോർഡ് ആണോ? അതെ അതെ, സ്ക്രീൻ ബോർഡ് ഇത് തന്നെ ഉപയോഗിക്കണം. സ്മാർട്ട് ബോർഡ് പേരുണ്ട് കേട്ടോ സ്ക്രീൻ ബോർഡിന് കേട്ടോ. സ്മാർട്ട് ബോർഡ് ഓക്കെ. ബ്ലാക്ക് ബോർഡ് ആൻഡ് സ്ക്രീൻ പലരും പല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഈ കാര്യം ഒന്നും കൂടി നോക്കാം. യൂസിങ് ദ ബ്ലാക്ക് ബോർഡ്. ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? അതായത് 90 ഡിഗ്രി ആയിരിക്കണം ടീച്ചർ ബോർഡും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇവിടെ 900 എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, തെറ്റാണ് കേട്ടോ. 90 ഡിഗ്രി കേട്ടോ. അതായത് ടീച്ചറും ബ്ലാക്ക് ബോർഡും തമ്മിലുള്ള ഗ്യാപ്പ് 90 ഡിഗ്രി ആയിരിക്കണം. അതുപോലെ തന്നെ ടീച്ചർ, അതായത് ബ്ലാക്ക് ബോർഡിൽ എഴുതുമ്പോൾ ടീച്ചറിന്റെ ബോഡി ഫുള്ളായിട്ട് കവർ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് മാന്യമായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല രീതിയിൽ നിൽക്കണം എന്നാ പറയുന്നത് നമ്മൾ കുട്ടികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ. അതുപോലെ തന്നെ ടീച്ചറിന്റെ എന്താ പറയാ,
ബാക്ക് സൈഡ് ഒരിക്കലും കുട്ടികൾ കാണാനായിട്ട് പാടില്ല. നമ്മൾ ബോർഡിൽ എഴുതുമ്പോൾ നമ്മുടെ ബോഡി മൊത്തം എന്താണ് കവർ ചെയ്ത് പോകും അല്ലെ. അതായത് കുട്ടികൾക്ക് എഴുതുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കാണാനായിട്ട് പറ്റിയെന്ന് വരില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്? അതായത് ടീച്ചർ നേരാവണ്ണം പോസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ നിൽക്കാനിട്ടാണ് അങ്ങനെ പറ്റുന്നത് കേട്ടോ. ടീച്ചറിന്റെ ഒരു പ്രത്യേക നിൽപ്പുണ്ട്, അതിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ടീച്ചറിന്റെ ഹോൾ ബോഡി ചലിക്കാനായിട്ട് പാടില്ല. അതായത് മൊത്തം ടീച്ചറിന്റെ ബോഡി ചലിപ്പിക്കാനായിട്ട് പാടില്ല ബോർഡിൽ എഴുതുമ്പോൾ. മറിച്ച് ഹിപ്പ് ഉണ്ടല്ലോ, ഇടുപ്പിന്റെ ഭാഗം ഉണ്ടല്ലോ, അതായിരിക്കണം മൂവ്മെന്റ് ഉണ്ടാവേണ്ടത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാനായിട്ട് സാധിക്കും കേട്ടോ. കാലൊക്കെ അങ്ങനെ തന്നെയാണ് ഇരിക്കുക, ചിലപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് നീങ്ങും, പക്ഷെ ഹിപ്പിന്റെ ഭാഗം അല്ലെങ്കിൽ ഇടുപ്പിന്റെ ഭാഗമാണ് എന്ത് ചെയ്യുക, കൂടുതലായിട്ട് മൂവ്മെന്റ് വരിക എഴുതുമ്പോൾ കേട്ടോ. കൈയും ചലിക്കും, അതുപോലെ തന്നെ ഹിപ്പിന്റെ ഭാഗമാണ് ചലിക്കുക. ഒരിക്കലും പുറം തിരിഞ്ഞ അല്ലെങ്കിൽ ടീച്ചറിന്റെ ബാക്ക് അല്ല കുട്ടികൾ കാണേണ്ടത്, മറിച്ച് ആ എഴുതുന്ന കാര്യം കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ചരിഞ്ഞ് ടീച്ചർക്ക് നിൽക്കാം അല്ലെ. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ നിൽക്കുന്നത്, നമ്മളിങ്ങനെ എഴുതും, ചിലപ്പോ കുറച്ച് ചരിഞ്ഞിങ്ങനെ നിൽക്കും. അതായത് ബോർഡ് നോക്കാനായിട്ട് പറയാം, നമ്മൾ കുറച്ച് ചരിഞ്ഞായിരിക്കും എന്ത് ചെയ്യുക നിൽക്കുക. അപ്പൊ ബോർഡിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം കുട്ടികൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ചരിഞ്ഞ് നിവർന്ന് കുറച്ച് നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴും വളരെ എന്താ പറയാ വൃത്തിയായിട്ട് അല്ലെങ്കിൽ നീറ്റായിട്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഉപയോഗശേഷം എന്തായാലും ബോർഡ് മാച്ചിരിക്കണം കേട്ടോ, റബ്ബ് ചെയ്തിരിക്കണം. യൂസിന് ശേഷം അടുത്ത ടീച്ചർ വരുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഭാഗം നിങ്ങൾ ക്ലിയർ ആക്കിയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബോർഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് പോവാം. ബോർഡൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഇതുപോലെ തന്നെയാണോ നിങ്ങൾ ബോർഡ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. കുട്ടികൾ ചിലപ്പോൾ പറയില്ല, ചില കുട്ടികളൊക്കെ പറയും കേട്ടോ, ടീച്ചറൊന്നും കാണാൻ പറ്റുന്നില്ല. ചിലർക്ക് ബോർഡിൽ എഴുതിയാൽ ബാക്ക് ബെഞ്ചിലൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിൽ ഒട്ടും കാണാൻ തന്നെ പറ്റില്ല. അപ്പൊ ആ ഒരു സംഭവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഹിപ്പിന്റെ ഭാഗമാണ്, ഇടുപ്പിന്റെ ഭാഗമാണ് കൂടുതൽ മൂവ്മെന്റ് വരിക. നമ്മുടെ ഹോൾ ബോഡി എന്ത് ചെയ്യില്ല, മൂവ്മെന്റ് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായാലും ഒന്നും തന്നെ കാണാൻ പറ്റില്ല ആർക്കും കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾക്ക് പറഞ്ഞത്? മാം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞാൻ കുഞ്ഞായിരിക്കുമ്പോ ബോർഡിൽ എഴുതുന്ന എനിക്ക് കാണില്ല. അപ്പൊ എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തല്ല ഞാൻ നിൽക്കുന്നത്, അമ്മാവന്റെ അടുത്താ. അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് പറയും എനിക്ക് കാണുന്നില്ല, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. ഞാൻ പകുതി മുക്കാലും എഴുതില്ല. പക്ഷെ സംഭവം എന്തായിരുന്നു വെച്ചാൽ എന്റെ കണ്ണിന്റെ കുഴപ്പമായിരുന്നു, കണ്ണിന് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് പിന്നെ കുറെ കാലം കഴിഞ്ഞാണ് അറിയുന്നത്. ദൂരത്തിൽ ബോർഡ് വെച്ചിട്ട് ബോർഡ് ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് പൊക്കമുള്ള ഹൈറ്റ് ഉണ്ട് കുറച്ച്. അപ്പൊ ഹൈറ്റ് ഉള്ളപ്പോ ഇങ്ങനെ എഴുതുമ്പോ അവര് പുറകിലല്ലേ ഇരുത്തുള്ളൂ, നമ്മൾക്ക് കാണില്ല. അങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട്, ബോർഡിൽ എഴുതുന്നത് കാണില്ല. കാണില്ലായിരുന്നു. അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങളിപ്പോ പഠിപ്പിക്കാനൊക്കെ പോകുന്നുണ്ടല്ലോ, ഇങ്ങനെ ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കുമ്പോ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. ശ്രദ്ധിക്കാറുണ്ടോ നിങ്ങള് പഠിപ്പിക്കുമ്പോ? കുട്ടികളെ പഠിപ്പിക്കുമ്പോ ശ്രദ്ധിക്കാറുണ്ടോ? ഈ ഒരു രീതി ശ്രദ്ധിക്കാട്ടോ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ചെയ്യാൻ 900 എന്നുള്ളത് 90 ഡിഗ്രി ആക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തത് പറയാം കേട്ടോ. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വായിച്ചു നോക്കാൻ നല്ലോണം കേട്ടോ. ഓക്കെ ഓക്കെ മാം, താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം. താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. സൈൻ ഔട്ട് ഫിയ ജോബി. Hi, all my friends, teacher, and technical team. Thank you all. It's me, Sia. Sign out. Thank you, ma'am. Thank you, Sia. Thank you, everyone. Thank you.